ഈ ചെയ്തതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാ, നമ്മുടെ ബന്ധത്തിന് വേണ്ടിയാ. ഞാൻ സമ്മതിക്കുന്നു, എല്ലാം കള്ളമാകാം. പക്ഷെ നമ്മുടെ പ്രണയം അതൊരിക്കലും കള്ളമാവില്ലല്ലോ. ഞാൻ ഒരുപാട് ശ്രമിച്ചു നിങ്ങളുടെ ബലൂണിനെ നിങ്ങളിൽ നിന്ന് ഒളിക്കാൻ. പക്ഷെ എന്റെ പ്രണയം അത് ഒളിച്ചു വെക്കാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. എനിക്കറിയാം ഇനി ഇതൊന്നും സംസാരിച്ചിട്ട് ഒരു കാര്യമില്ലെന്ന്. കാരണം ഞാൻ നിങ്ങളോട് ഒരുപാട് കള്ളം പറഞ്ഞിരിക്കുന്നു. അതൊക്കെ കാരണം നിങ്ങൾ ഇനി എന്നെ വിശ്വസിക്കില്ല. ഞാൻ സ്വയം നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് വെറുപ്പ് സൃഷ്ടിച്ചു. അതിനിടയിൽ എന്റെ പ്രണയം മറഞ്ഞുപോയി. ഒരുപാട് സമയം ഞാൻ വെറുതെ കളഞ്ഞു. തനുവിനെതിരെയുള്ള തെളിവുകൾ ഓരോന്നും കണ്ടെത്താനായിട്ട്. തനു ഒരുപാട് മുന്നിലേക്ക് സഞ്ചരിച്ചു, ഞാൻ ഒത്തിരി പിന്നിലായി. തോറ്റുപോയി ഞാൻ. തനു ജയിച്ചു. ഇപ്പോഴും എന്റെ കയ്യിൽ ഒരു തെളിവുമില്ല, ഒരു സാക്ഷിയും ഇല്ല. പക്ഷെ നിങ്ങൾ ഒരു തവണ പ്രണവിനോട് ഒന്ന് സംസാരിക്കോ. ഞാൻ പറയുന്നത് വിശ്വാസം ഇല്ലെങ്കിലും നിങ്ങളുടെ സുഹൃത്ത് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കില്ലേ? ഇല്ലേ? ഇല്ലെങ്കിൽ അച്ഛമ്മയുടെ വാക്കുകൾ നിങ്ങൾ വിലക്കെടുക്കില്ലേ? പ്ലീസ്. എനിക്കിപ്പോഴും ഒന്നും മനസ്സിലാകുന്നില്ല. ഞാൻ എന്താ ചെയ്യണ്ടേ? എനിക്ക് തോൽവി സഹിക്കാൻ കഴിയുന്നില്ല. അച്ഛമ്മയോട് ഞാൻ എന്ത് പറയും? അച്ഛമ്മയ്ക്ക് ഞാൻ വാക്ക് കൊടുത്തതായിരുന്നു. എനിക്ക് ആ വാക്ക് പാലിക്കാനായില്ല. അച്ഛമ്മ എന്തുമാത്രം എന്നെ വിശ്വസിച്ചതെന്ന് അറിയോ? എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എന്റെ ബുൾബുളിന് കൊടുത്ത വാക്കും എനിക്ക് നിറവേറ്റാനായില്ല. ഞാൻ അച്ഛമ്മയുടെ പ്രതീക്ഷയില്ലാതാക്കി. ഞാൻ തോറ്റുപോയി ഞാൻ. പ്രിയ തെറ്റുകാരിയാണെന്ന് നിനക്ക് തോന്നുകയാണെങ്കിൽ അവൾ പിന്നെ നിന്റെ കൂടെ ഒരിക്കലും താമസിക്കാൻ പാടില്ല. ഇതാണ് എന്റെ തീരുമാനം. എനിക്കും നിന്റെ കൂടെ ഒരിക്കലും താമസിക്കണ്ട. വേണ്ട, എനിക്കിനി ഒന്നും കേൾക്കണ്ട. എനിക്ക് ആരോടൊന്നും ചോദിക്കുകയും വേണ്ട. നീ ഇനി ഒന്നും തെളിയിക്കേണ്ട ആവശ്യമില്ല പ്രിയ. നീ ഇനി ഒന്നും ചെയ്യണ്ട. പക്ഷേ ഒരു കാര്യം നേരത്തെ ചെയ്യണമായിരുന്നു. ഇതൊക്കെ നിനക്ക് എന്നോട് നേരത്തെ പറയാമായിരുന്നില്ലേ?
നിനക്കറിയോ, നീ ഇതൊക്കെ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഒരു തെളിവിൻ്റെ ആവശ്യം വരില്ലായിരുന്നു. ആ സത്യങ്ങളൊക്കെ ഞാൻ നിന്റെ കണ്ണിൽ നിന്ന് വായിച്ചെടുത്തേനെ. നീ മുറിച്ചു വെച്ച കാര്യങ്ങൾ, നീ തിരഞ്ഞെടുത്ത വഴികൾ, അതൊക്കെ എനിക്ക് നേരത്തെ തന്നെ അറിയാൻ കഴിഞ്ഞേനെ പ്രിയ. നീ കേട്ടിട്ടില്ലേ, മനസ്സുകൊണ്ട് ഒന്നിക്കുന്ന ബന്ധങ്ങളെ ഒരിക്കലും തകർക്കാൻ കഴിയില്ലെന്ന്. ഇതൊക്കെ നീ മനസ്സുകൊണ്ട് പറഞ്ഞിരുന്നെങ്കിൽ ഞാനതൊക്കെ എന്റെ മനസ്സുകൊണ്ട് തന്നെ വായിച്ചെടുത്തേനെ പ്രിയ. നീ പറഞ്ഞില്ലേ എന്നോട് ഇപ്പോഴും നിനക്ക് സ്നേഹമുണ്ടെന്ന്. അത് ഫീൽ ചെയ്താൽ തന്നെ എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടുമെന്ന്. അതുകൊണ്ട് ഇനി നീ ഒന്നും പറയേണ്ട ആവശ്യമില്ല. എനിക്കിപ്പോ എല്ലാ ഉത്തരവും കിട്ടിക്കഴിഞ്ഞു. എനിക്കെല്ലാം മനസ്സിലായി കഴിഞ്ഞു പ്രിയ, എല്ലാം. നിന്റെ കണ്ണി എല്ലാം പറയുന്നുണ്ട്. നിന്റെ കണ്ണിലൂടെ ഞാൻ നിന്റെ മനസ്സ് വായിച്ചെടുക്കുന്നുണ്ട്. നിന്റെ ഹൃദയമെടുപ്പ്, നിന്റെ പരിഭ്രാന്തി, നിന്റെ ഇടറിയ ശബ്ദം, അതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നീ പറയുന്നതൊക്കെ സത്യമാണെന്ന്. പിന്നീടല്ലോ ഈ വീഡിയോ എന്നെ കാണിച്ചിരുന്നാലും ഞാൻ അതൊന്നും ഒരിക്കലും വിശ്വസിക്കാൻ പോകുന്നില്ല. അതൊക്കെ ഫേക്ക് വീഡിയോ എന്നേ ഞാൻ പറയും. പക്ഷെ ഇനിയും നീ പറയുന്നതൊക്കെ കള്ളമാണെന്ന് എനിക്ക് എങ്ങനെ പറയാൻ കഴിയും? നിന്റെ ഈ ശബ്ദത്തിൽ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് പ്രിയ. എനിക്ക് വേണ്ടി നീ സഹിച്ചതൊക്കെ എനിക്ക് മനസ്സിലായി. ഇനിയും ഞാനതൊക്കെ എങ്ങനെയാ കള്ളമാണെന്ന് പറയുന്നത്? അറിയാം. ഇന്നെനിക്ക് നിന്നെ കാണുമ്പോഴുണ്ടല്ലോ എന്റെ ബലൂണായിട്ടാ തോന്നുന്നത്. ഇത്രയുള്ള വലിയ കണ്ണാടിയൊക്കെ വെച്ചിട്ട്. പക്ഷെ ഇന്ന് നിന്റെ കയ്യിൽ കണ്ണാടിയില്ല. അതുകൊണ്ട് തന്നെ നിന്റെ കണ്ണിൽ നോക്കി എനിക്ക് ഒന്നും വായിച്ചെടുക്കാൻ പറ്റുന്നില്ല. പിന്നെ നിനക്ക് ഒരു കാര്യം അറിയോ? ആ ഇൻസിഡൻസ് നീ എന്നോട് പറഞ്ഞില്ലേ, അതിന്റെ എല്ലാം ക്ലൂസ് എന്റെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. ശരിക്കും ഞാൻ ശ്രദ്ധിച്ചതാ, പക്ഷെ അത് തെറ്റാന്നാ എനിക്ക് തോന്നിയത്. എല്ലാം എന്റെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല പ്രിയ. എനിക്ക് ഒത്തിരി തവണ തോന്നിയിരുന്നു തനുവും നിഖിലും എന്നോട് എന്തോ തെറ്റ് ചെയ്യുന്നുണ്ടെന്ന്. ഞാൻ പ്രണവിനോടും പറഞ്ഞതാ നിഖിലിനെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന്. എനിക്കിപ്പോഴാ പ്രിയ എല്ലാം മനസ്സിലായത്. ഈ ഇടയായിട്ട് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് തനു വയറുവേദന എന്ന് പറയുമ്പോൾ അത് ഡ്രാമ കളിക്കുകയാണെന്നൊരു സംശയം എനിക്കും തോന്നിയിരുന്നതാ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിഖിൽ വീട്ടിൽ വരുന്നതും എനിക്കെല്ലാം മനസ്സിലായി പ്രിയ. എനിക്ക് എന്തായാലും എന്റെ ബലൂണിനെ തിരിച്ചു കിട്ടിയില്ലേ? എനിക്ക് നിന്നെ വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം നിനക്ക് എന്നെ ഒരിക്കലും ചതിക്കാൻ കഴിയില്ലെന്ന് എനിക്ക് അറിയായിരുന്നു. എന്റെ അച്ഛമ്മയും ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഈ ലോകത്ത് ആരെന്ത് പറഞ്ഞാലും എന്റെ അച്ഛമ്മ പറയുന്നത് വെറുതെ ആവില്ലല്ലോ. അതുകൊണ്ടാ നീ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പോലും എനിക്ക് നിന്നെ വെറുക്കാൻ കഴിയാതിരുന്നത് പ്രിയ. നിന്നെ അകറ്റി നിർത്താനേ കഴിഞ്ഞില്ല എനിക്ക്. കാര്യം എനിക്ക് അറിയായിരുന്നു പ്രിയ, എന്നെ സ്നേഹിക്കാൻ പഠിപ്പിച്ച എന്റെ ബലൂണിന് ഒരിക്കലും എന്നെ ചതിക്കാൻ പറ്റില്ലെന്ന്. ബന്ധങ്ങൾ എന്താന്ന് എനിക്ക് മനസ്സിലാക്കി തന്ന, ബന്ധങ്ങളെ നിലനിർത്താൻ എന്നെ പഠിപ്പിച്ച പ്രിയയ്ക്ക് ഒരിക്കലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയില്ലെന്ന് എനിക്ക് വിശ്വാസമായിരുന്നു. എപ്പോഴും എന്റെ മനസ്സ് പറയുമായിരുന്നു, ഈ കാണുന്ന ഈ മുഖാമ്പയ്ക്ക് പിന്നിൽ എന്റെ ബലൂൺ തീർച്ചയായും ഉണ്ടെന്ന്. ഇപ്പോ കണ്ടില്ലേ എന്റെ ബലൂൺ എന്റെ മുന്നിൽ നിൽക്കുന്നത്. ശരിക്കും എന്നെ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾ വിശ്വസിച്ചോ? എനിക്ക് വിശ്വാസമാവുന്നില്ല. എന്നോട് സത്യം ചെയ്ത് പറയാമോ എന്നെ വിശ്വാസം ഉണ്ടെന്ന്? എപ്പോഴും കള്ളം പറയുന്നവർക്ക് സത്യം ചെയ്യേണ്ട അവസ്ഥ വരാറുള്ളത്. സത്യം പറയുന്നവർക്ക് ഒരിക്കലും ആ സത്യം വിശ്വസിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. നിനക്ക് നിന്റെ സത്യം എന്താന്ന് പറയാൻ ഒരു തെളിവിന്റെ ആവശ്യം വന്നില്ലല്ലോ. അതുപോലെ എനിക്ക് എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പറയാൻ നിന്നോട് സത്യം ഇടേണ്ട ആവശ്യമൊന്നുമില്ല പ്രിയ. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് നിനക്കും തോന്നുന്നുണ്ടോ? അപ്പോ നിങ്ങൾക്ക് എന്നെ വിശ്വാസമാണ്. പ്രണവിനോട് സംസാരിക്കാതെ, അച്ഛമ്മയോട് പോലെ ചോദിക്കാതെ നിങ്ങൾ ഞാൻ പറഞ്ഞതെല്ലാം വിശ്വസിച്ചോ? നിങ്ങൾ ഇനി ആ തനുവിനെ കാണുമ്പോ അവള് പറയുന്നത് വിശ്വസിക്കൂ? ഇല്ല പ്രിയ. ഇനി തനു തെളിവ് കൊണ്ടുവന്നാൽ അവളെ സത്യസന്ധയും ഞാൻ കള്ളിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കോ? എന്നാലും ഞാൻ വിശ്വസിക്കില്ല. എന്നെ ഉപേക്ഷിച്ചു പോവോ അതോ എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവോ? ഞാൻ എന്നും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. എന്റെ തലയിൽ കൈവച്ച് പറ.
ഞാൻ ഒരിക്കലും നിന്നെ ഉപേക്ഷിച്ച് പോവില്ല. എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. നിങ്ങൾക്കറിയില്ല എനിക്കിന്ന് എത്രത്തോളം സന്തോഷമുണ്ടെന്ന്. ഈ ഒരു നിമിഷം കാരണം നിങ്ങളില്ലാതെ ജീവിച്ച ഓരോ ദിവസവും ഞാൻ മറന്നു പോവാ. ആ ദിവസങ്ങളിൽ അനുഭവിച്ച സങ്കടങ്ങളും മറന്നു പോവാ ഞാൻ. നിങ്ങൾക്കറിയാം എന്റെ അമ്മ എത്രമാത്രം സന്തോഷിക്കുന്നു. അമ്മയുടെ എല്ലാ പ്രാർത്ഥനകളും സഫലമാകും. അച്ഛമ്മയുടെ ആഗ്രഹങ്ങളും നിറവേറും. നിങ്ങൾ പറഞ്ഞത് ശരിയാ, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു. വളരെ മുൻപ് തന്നെ ഞാൻ ഇതൊക്കെ നിങ്ങളോട് പറയണമായിരുന്നു. ഒരു പക്ഷെ അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഇതൊന്നും നടക്കില്ലായിരുന്നു. നിങ്ങൾ എന്നെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്റെ പ്രണയത്തെ വിശ്വസിക്കുന്ന കരുതിയില്ല ഞാൻ. എല്ലാം നിങ്ങളിൽ നിന്ന് ഒളിച്ചു വെച്ചു. എന്റെ കണ്ണുനീര് പോലും ചിലപ്പോ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞിട്ടുണ്ട് ഞാൻ. എന്നെ വിശ്വസിക്കണം, ഞാൻ ഇതൊക്കെ പറയാതിരുന്നതിന്റെ കാരണം എനിക്ക് പേടിയായിരുന്നു നിങ്ങൾ നഷ്ടമായി പോവൂന്ന്. എനിക്ക് തോന്നി ചിലപ്പോ നിങ്ങൾ എനിക്ക് എത്താൻ കഴിയാത്ത എത്ര ദൂരത്തേക്ക് അകന്നു പോകുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളോടൊന്നും പറയാതിരുന്നത്. പക്ഷെ ഞാൻ എന്നും ഈശ്വരനോട് ഈ ദിവസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. കണ്ടില്ല, ഇപ്പൊ ആ ദിവസം എത്തിയിരിക്കുകയാണ്. ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾ വിശ്വസിച്ചു. നിനക്കറിയോ, അച്ഛമ്മ സ്ഥിരം പറയാറുണ്ട്, നമ്മുടെ ബന്ധങ്ങൾ നിലനിർത്താനായിട്ട് നമ്മൾ ഒരുമിച്ച് ജീവിക്കുകയല്ല, എന്തിനും ഒരുമിച്ച് നിൽക്കുക വേണ്ടെന്ന്. ചിലപ്പോഴൊക്കെ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നവരിൽ നിന്ന് പോലും ഒരുപാട് അകന്നു പോകേണ്ടി വരും. പക്ഷേ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള അകലം അവർക്കിടയിൽ എത്ര സ്നേഹമുണ്ടെന്നാണ് തെളിയിക്കുന്നത്. പ്രിയ, എനിക്ക് നീ ഇതേപ്പറ്റിയൊക്കെ നേരത്തെ പറയാത്തതിൽ ഒരു സങ്കടവുമില്ല. കാര്യം അന്ന് നമുക്കിടയിൽ എത്രത്തോളം അകലുണ്ടായിരുന്നോ അത്രത്തോളം അടുത്തിരിക്കുക നമ്മളിപ്പോ. എനിക്കിപ്പോ എൻ്റെ ജീവിതം തിരിച്ചു കിട്ടിയിരിക്കുന്നത്. എനിക്കെൻ്റെ ബലൂണിനെ തിരിച്ചു കിട്ടിയല്ലോ. മതി, എനിക്ക് ഇത്രയും മതി. താങ്ക് ഗോഡ്, എനിക്ക് ഇന്നു മുതൽ ആ മുഖാമ്പയ്ക്ക് വേണ്ടി പണിയെടുക്കേണ്ടി വരില്ലല്ലോ. അവളെന്നെ ഒരുപാട് ടെൻഷൻ അടിപ്പിച്ചു. അതുകൊണ്ട് ഇന്ന് ഈ നിമിഷം തന്നെ അവളുടെ ജോലിയിൽ നിന്ന് ഞാൻ റിസൈൻ ചെയ്യുക. എന്താ പോരെ? പിന്നെ എനിക്കൊരു ജോലി വേണമല്ലോ. അതുകൊണ്ട് ഞാൻ ഈ ജീവിതം മുഴുവൻ നിന്റെ ഭർത്താവായിരുന്നോട്ടെ. I will be good. I will be. Because I love you. I love you too. I love you.
നിനക്കറിയോ ഈ ദിവസത്തിനായി ഞാൻ എത്ര കാത്തിരുന്നു എന്ന്? എന്നും രാവിലെ എഴുന്നേക്കുമ്പോ ഞാൻ ആഗ്രഹിക്കും ഇന്ന് എല്ലാം തുറന്നു പറഞ്ഞിട്ട് അന്നത്തെ ഈവനിങ് ഒരുമിച്ച് സ്പെൻഡ് ചെയ്യണമെന്ന്, രാത്രി ഒരുമിച്ച് കഴിയണമെന്ന്. പിന്നെ ഞാൻ രാവിലെ എഴുന്നേക്കുമ്പോ നിങ്ങൾ എന്റെ അടുത്തുണ്ടാവും. പക്ഷെ ഞാൻ എന്നും രാവിലെ നിന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നല്ലോ. ഒരുമിച്ചായിരുന്നു, പക്ഷെ അടുത്തുണ്ടായിരുന്നില്ല. ഒരു മുറിയിലായിരുന്നിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. നിങ്ങൾ എന്റെ ഭർത്താവായിരുന്നു, പക്ഷെ ഞാൻ നിങ്ങളുടെ ബോസ് ആയിരുന്നു. എന്നെ നിങ്ങളോട് ഓർഡർ ചെയ്യേണ്ടി വരുമായിരുന്നു. നന്നായിട്ട് സംസാരിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ റൂഡായിട്ട് പെരുമാറേണ്ടി വന്നു. ഇടയ്ക്കൊക്കെ തോന്നാറുണ്ട് എല്ലാം മറന്ന് ടൈറ്റായിട്ട് ഹഗ് ചെയ്യണമെന്ന്, മനസ്സിലുള്ളതെല്ലാം പറയണമെന്ന്. പിന്നെ ഞാൻ സ്നേഹത്തോടെ നിങ്ങളെ ഉണർത്തും, പ്രിയപ്പെട്ട കോഫി തരും. ഒരുപക്ഷെ ഞാൻ എണീറ്റില്ലെങ്കിൽ ചൂടുള്ള കോഫിയിൽ എന്റെ വിരലെടുത്ത് മുക്കാനല്ലേ? അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഞാൻ ബലൂണാണെന്ന്. എന്റെ രഹസ്യമായി ഇരിക്കയില്ല. ആയിക്കോട്ടെ, ഇത്രയും നാൾ കാത്തിരിക്കേണ്ടി വരില്ലായിരുന്നല്ലോ. കെട്ടിപ്പിടിക്കുക, തലോടുക, കിസ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നല്ലോ. എന്നും രാവിലെ ഞാൻ എണീറ്റ് ചിന്തിക്കുന്നത് എന്താണെന്നറിയോ? ഇന്ന് നീ എന്റെ റൂമിലോട്ട് വരും, എന്നിട്ട് സ്നേഹത്തോടെ എന്നോട് സംസാരിക്കും. പിന്നെ എന്നോട് പറയും ഞാൻ മുഖാമ്പുമല്ല നിങ്ങളുടെ ബലൂണാണ്. സോറി, ഞാൻ നിങ്ങളെ ഒരുപാട് വെയിറ്റ് ചെയ്യിച്ചു. വൺ തിങ്, ഒരേ ഒരു കാര്യം, നീ പോയപ്പോ ഞാൻ മിസ് ചെയ്യാത്ത കാര്യം. എന്താ? ഞാനും നീയുമായിട്ടുള്ള വഴക്കില്ലേ, അത് ഞാൻ മിസ് ചെയ്തിട്ടില്ല. ഞാൻ എപ്പോഴും നിങ്ങളോട് വഴക്കിടുമായിരുന്നു. അതെ, നീ മുഖാമ്പുമായിരുന്ന സമയത്തും വഴക്കിടുമായിരുന്നു, ബലൂണായിരുന്നപ്പോഴും അങ്ങനെ തന്നെ. അപ്പൊ അതിനർത്ഥം ഞാൻ വഴക്കാളിയാണെന്നാ? ഏയ്, ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല. ഞാൻ പറയുന്നത് മുഴുവൻ കേക്ക് നീ. കേൾക്കുന്നുണ്ട്. അത് അച്ചമ്മ പറയാറുണ്ട്, ഈ വഴക്കുണ്ടാകുന്നിടത്ത് മാത്രമേ ശരിക്കും സ്നേഹം ഉണ്ടാവുന്നു. പിന്നെ ആ വഴക്കുകളല്ലേ നമ്മളെ ഒന്നിപ്പിച്ചതും. സ്നേഹത്തിന്റെ പേരിലല്ലെങ്കിലും വഴക്കിന്റെ പേരിലെങ്കിലും നമ്മൾ ഒന്നിക്കാറില്ലേ? ചിലപ്പോഴൊക്കെ വഴക്കിട്ട് പരസ്പരം കണ്ണിൽ നോക്കി ഇരിക്കാറുണ്ട്. ആ ഇടയ്ക്കുള്ള വഴക്കില്ലേ, അത് മാത്ര എന്റെ മനസ്സിലൊരു പ്രതീക്ഷയുണ്ടാക്കിയത്. നിന്റെ ഉള്ളിലെവിടെയോ എന്റെ ബലൂൺ ഉണ്ടെന്ന്. അതുകൊണ്ട് മാത്രമാ എനിക്ക് നിന്നോട് വഴക്കിടാൻ ഭയങ്കര ഇഷ്ടം. നിങ്ങൾക്കറിയോ, വഴക്കിടാൻ എനിക്കും വലിയ ഇഷ്ടം. വഴക്കിടുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ക്യൂട്ട് ഫേസ് വരും, അത് കാണാൻ എനിക്കിഷ്ടം. എന്താ ഈ ഫേസ് ആണോ? അല്ല അല്ല, ഇങ്ങനെയൊന്നുമല്ല. വഴക്കിട്ട് നിങ്ങൾക്ക് നല്ല ദേഷ്യം വരില്ലേ, അപ്പൊ ഉള്ള ഫേസ് കാണാനാ രസം. എങ്കിൽ നമുക്ക് വഴക്കിടാം. ലെറ്റ്സ് ഫൈറ്റ്. വേണ്ട, നമുക്കിനി വഴക്കിടണ്ട. ഇനി നമ്മൾ എന്നും ഹാപ്പി ആയിരിക്കണം. നിങ്ങളുടെ കണ്ണുകളിൽ എന്നോടുള്ള പ്രണയം കാണാൻ എനിക്കിഷ്ടം, ദേഷ്യമല്ല. നിനക്ക് പ്രണയമാണ് കാണേണ്ടിയിരുന്നെങ്കിൽ നേരത്തെ പറയണ്ടേ? പിന്നെ പ്രണയത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ നിന്റെ ബർത്ത്ഡേയുടെ ഒന്നില്ലേ, ചന്ദ്രദാസൊക്കെ വന്ന ദിവസം. ശരിക്കും അവൻ വരുന്നതിന് മുന്നേ ഞാൻ നിന്നെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിരുന്നതാ. എനിക്കറിയായിരുന്നു. നിനക്കെങ്ങനെ അറിയാം? നിങ്ങളോട് പ്രപ്പോസ് ചെയ്യാൻ ആരാ പറഞ്ഞത്? അച്ഛമ്മ അപ്പൊ എന്റെ കൂടെ ആയിരുന്നില്ലേ? ഈ അച്ഛമ്മയുടെ ഒരു കാര്യം, അച്ഛമ്മയെ ഞാനൊന്ന് കാണട്ടെ, ശരിയാക്കുന്നുണ്ട് ഞാൻ. എന്തേ പറയുന്നത്? നിങ്ങളുടെ അച്ഛമ്മല്ലേ, വഴക്ക് പറയാമോ? വഴക്കൊന്നും പറയില്ല, നേരിട്ട് കാണുമ്പോ വലിയൊരു ഹഗ് കൊടുക്കും, എന്നിട്ട് ശരിക്കും കുറെ ഉമ്മ കൊടുക്കും. അല്ലാതെ എന്ത് ചെയ്യാനാ? ഉമ്മ അച്ഛമ്മയും തരും. ഈ ദിവസത്തിനായി അച്ഛമ്മ ഒരുപാട് കാത്തിരുന്നതാ. ഒരുപാട് സന്തോഷാവും. അത് ശരിയാണ്. പക്ഷെ ഈ സമയത്ത് ഏറ്റവും സന്തോഷമുള്ള വ്യക്തി നീയാ. നിനക്കറിയോ, നിന്റെ ഈ മുഖത്ത് ഈ ചിരി കാണാനായി ഞാൻ ഒരുപാട് കാത്തിരുന്നു. ഇനിയും നീ ഇതുപോലെ ചിരിച്ചോണ്ടിരിക്കും. എന്റെ മുന്നിൽ വന്നാലും ചിരിച്ചോണ്ടിരിക്കും, എന്റെ പുറകിൽ വന്നാലും ചിരിച്ചോണ്ടിരിക്കും, ലെഫ്റ്റ് റൈറ്റ് മുകളിൽ താഴെ എപ്പോഴും ചിരിക്കും. ഐ പ്രോമിസ് യു. എപ്പോഴെങ്ങനെ ചിരിച്ചാൽ എല്ലാരും എനിക്ക് ഭ്രാന്താന്ന് പറയും. ചിരിക്കുക എന്ന് പറഞ്ഞാൽ സന്തോഷം. ഇനി നിനക്ക് എപ്പോഴും സന്തോഷമായിരിക്കും. സന്തോഷവതിയാണെങ്കിൽ പിന്നെ പാർട്ടിയൊക്കെ നടത്തണ്ടേ? വീട്ടിൽ തിരിച്ചു തേടി നമുക്ക് ആദ്യം പാർട്ടി നടത്തണം. ഈ പാർട്ടി ഉണ്ടല്ലോ, വേൾഡിലെ തന്നെ അടിപൊളി പാർട്ടി ആയിരിക്കും. ഇതിൽ ഞാൻ ആക്ടേഴ്സ്, ഡയറക്ടേഴ്സ്, സിംഗേഴ്സ്, അങ്ങനെ എല്ലാരെയും വിളിക്കും. ഈ പാർട്ടിയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് നിനക്കറിയോ? ഈ പാർട്ടിയിൽ ഞാനൊരു പാട്ട് പാടാൻ പോവാ. ദാറ്റ് ടു വിത്ത് എ ലൈവ് ബാൻഡ്. കോൺസേർട്ട് ആണോ പാർട്ടി ആണോ എന്ന് ആലോചിച്ച് ആളുകൾ ഡാൻസ് ചെയ്ത് വട്ടായി പോവും. ഈ പാർട്ടി വെക്കാനുള്ള കാരണം എന്താണെന്ന് നിനക്കറിയോ? എന്താ കാരണം? ഈ പാർട്ടി ഞാൻ എൻ്റെ ബലൂണിന് വേണ്ടിയാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ ബലൂണിനെ എന്തുമാത്രം സ്നേഹിക്കുന്നതെന്ന് അന്ന് ലോകത്തിന് മനസ്സിലാവും. എൻ്റെ ബലൂണില്ലെങ്കിൽ എൻ്റെ മ്യൂസിക് ഇല്ല, എൻ്റെ ലൈഫിനൊരു മീനിങ് ഉണ്ടാവില്ല. സോ ദാറ്റ്സ് ദ റീസൺ. പിന്നെ നമുക്ക് ഈ പാർട്ടി ഉണ്ടല്ലോ ഇവിടെ അറേഞ്ച് ചെയ്യാം. ഇവിടെ വെച്ചാണല്ലോ നമ്മുടെ രണ്ടാമത്തെ മീറ്റിംഗ്. പാർട്ടി ഇവിടെയും കാറ്ററിംഗ് ലോണിൽ വെച്ചും. അല്ലെങ്കിൽ വേണ്ട, കാറ്ററിംഗ് ലോണിൽ വെച്ച് വേണ്ട, നമുക്കത് അകത്ത് വെച്ച് നടത്താം. എന്നിട്ട് പാർട്ടിയും ഡാൻസും ലോണിൽ വെച്ച്. അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, പാർട്ടിയിൽ ഫുഡൊന്നും വേണ്ടതേ,
ആഹാരവും കഴിച്ചിട്ട് ആളുകൾ അങ്ങ് വീട്ടിൽ പോകും. ആഹാരമൊന്നും ഇല്ലെങ്കിൽ നേരം വെളുക്കുന്നത് വരെ ഡാൻസും കളിച്ചോണ്ടിരുന്നോളൂ. എങ്ങനെയുണ്ട്? ഇത്രയും വലിയ പാർട്ടിയൊക്കെ വെക്കാൻ എന്തെങ്കിലും സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? അല്ല, ഞാൻ സേവ് ചെയ്യേണ്ട ആവശ്യം എന്തുവാ? ആ മുഖാകുമ്പോ കുറെ സേവ് ചെയ്തിട്ടുണ്ടല്ലോ, അതെടുത്ത് ഞാനങ്ങ് ചെലവാക്കും.